എന്താണാ പോയത്? ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. നേരത്തെ പോയിക്കൊണ്ടിരിക്കണം, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് റെഡി ആയിട്ടോ. രണ്ടാമത്തെ ഇന്നലെ നേരത്തെ വന്ന് ഉറങ്ങി, ഒരു 10:30 ആയപ്പോൾ ഉറങ്ങി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാൽക്കണിയാണ്. ഒരു മെമ്മറി കാർഡ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ കുറച്ച് നേരമായി, ഇതുവരെ കിട്ടിയില്ല. ഈ നാട്ടിൽ മെമ്മറി കാർഡ് ഇല്ല. ആ ഡാഷ് ക്യാം വെച്ചിട്ടാണെങ്കിൽ മെമ്മറി കാർഡ് ഇടാത്തതുകൊണ്ട് റെക്കോർഡിങ്ങും ഇല്ല, വെറുതെ ഡാഷ് ക്യാം വെച്ച പോലെ ഇപ്പോൾ. അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങുമോ സ്റ്റെപ്പറാണോ? അപ്പോൾ ഗെയ്സ്, ദാവങ്കരയത്തെ മെഡിക്കൽ കോളേജ് അതൊക്കെ ഫേമസ് ആണ്. നമ്മളിതിൻ്റെ അടുത്തുള്ള ഒരു ബട്ടർ ദോശ കഴിക്കാൻ വന്നാൽ വെണ്ണ ദോശ ശേഷം ഫേമസ് ആണെന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ വണ്ടി അവിടെ നിർത്തി ഇങ്ങോട്ട് നടന്നാൽ വന്നേ. കഴിക്കട്ടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സമയം വാച്ചിലെ ചാർജ്. ഇതാണ് വെണ്ണ ദോശ. ഇതുണ്ടോ, വെണ്ണ ചട്നി 2 ദോശ. ഇവിടെ തിരക്കുള്ള കടയാട്ടോ ഗൈസ്. ഇപ്പോൾ യാത്ര തുടങ്ങി. ഇന്നത്തെ സ്റ്റോപ്പിൽ കഴിഞ്ഞും 7 മണിക്കൂർ ഡ്രൈവ്. പെട്രോൾ അടിക്കാൻ നിർത്തിയേക്കാം. ഫുൾ ടാങ്ക്. ഇവിടെ അങ്ങനെ കട്ട കയറി വരുന്നുണ്ട്. നല്ലൊരു പമ്പ്, ആരുമില്ല, ഞങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഓടിക്കുകയാണ്. കുറച്ച് ഇവനോട് വിഷ്വൽസ് എടുക്കാൻ പറയുന്നത്, എടുക്കുന്നുണ്ടോ ആവോ. ആൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവനെ ഓടിക്കുമ്പോൾ ഞാൻ വിഷ്വൽസ് എടുക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ NH എന്നൊക്കെ ഇറങ്ങി ഒരു പഴയൊരു വഴിക്കാട്ടോ പോകുന്നത്. NH പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഡീവിയേഷൻ നന്നാണ്. ഈ റോഡ് അടിപൊളിയാണ്. ഒരു കുഞ്ഞി റോഡ്, 2 സൈഡിലും കൃഷിയൊക്കെ ആയിട്ട് ചെറിയ ഗ്രാമത്തിലൂടെയുള്ള റോഡാണ്. ഞങ്ങൾ ഡ്രൈവർ ചേഞ്ചായി. ഇനി ഞാൻ വീഡിയോ എടുക്കും. ആ ഗ്രാമമൊന്നും എടുക്കാൻ പറ്റിയില്ല, അവനവിടെ കടന്നിറങ്ങിയിരുന്നു വണ്ടിയിൽ. അപ്പം ഇനി പോയോട്ടെ. ഓൺ ദ വേ കാഴ്ചകൾ കാണിക്കാം. കുറേ വണ്ടികൾ പോകുന്നുണ്ട്. ഇതാണ് കൃഷികൾ. ഇവിടെ എന്തോ ഉഴുന്ന് മറിച്ചിട്ടുണ്ട്. അവിടെ എന്തിൻ്റെ ഒരു കൃഷിയുണ്ട്. ഇതൊക്കെ നല്ല കാം ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താണാ പോയത്? ഞങ്ങളുടെ വഴി പശു മുടക്കി. എന്താണ് വടി കെട്ടി വിട്ടിരിക്കണു? അതിൻ്റെ മേത്തൊരു വടി കെട്ടി വിട്ടിരുന്നു. ഞാൻ ഈ ഷെയ്ഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. ഹെവി ആയിട്ടില്ലേ? പക്ഷെ ഇതിങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. കമോൺ ലോറിക്കാരൻ പിന്നെ ഒന്ന് സൈഡാക്കി തന്നായിരുന്നു. അത് ശരി. ഇവിടെ ട്രിപ്പിൾസ് കോമൺ ആണ് ഗൈസ്. എല്ലാവരും ട്രിപ്പിൾസ് കയറാം. നമ്മുടെ നാട് പോലെയല്ല. നമ്മളിപ്പോൾ ഒരു ടൗണിലെത്തി. ടൗണല്ല, ഒരു വില്ലേജ്. പഴയൊരു വൈബ് സ്ഥലം. ഫുൾ ന്യൂസ്. ഏതൊക്കെ കുട്ടിയൊക്കെ കാണാം. വീടൊക്കെ കണ്ടു, പഴയ വീട് കൊള്ളാല്ലേ, ഓടിട്ട വീടൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ എടുക്കുന്നത് കാണാമായിരുന്നു. മറ്റേ എന്താ പറയുക, പോട്ടല്ലേ എന്തെങ്കിലും അറിയാം. ആ സാധനത്തിലിങ്ങനെ കൊണ്ടുപോകില്ലേ, ഇവിടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ വെച്ച് ചുറ്റി കൊണ്ടുപോകും. കുടത്തിൽ. എന്തായാലും ഡീവിയേഷൻ എടുത്തത് വർത്തിട്ടായിരുന്നു.
ഇത് 110 കിലോമീറ്റർ പോകാൻ 2 മണിക്കൂർ കാണിക്കണം. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു കുഞ്ഞ് റെസിഡൻഷ്യൽ ഏരിയ കൂടെ ഗ്രാമം കിട്ടണില്ല വാക്ക്. ഒരു ഗ്രാമത്തിലൊരു കട പറഞ്ഞ സെറ്റപ്പ് ആവുന്നു. അവിടെയൊക്കെ ചെറിയൊരു പലചരക്ക് കട. ആൾക്കാരൊക്കെ പുറത്തേക്കും തിരുമ്പാണല്ലോ. ഓഫ് ഗൈസ്, ഞങ്ങളുടെ NH കയറി. ആ വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുക കേട്ടോ. അതാണ് നമുക്ക് ആ ഇടവഴി കൂടെയൊക്കെ പോരേണ്ട ആവശ്യം വന്നത്. സൈഡൊക്കെ ഹെവി ആയിട്ടുണ്ട്. ഫുൾ കൃഷി സ്ഥലങ്ങളാണ്. ഏതൊരു റിവർ പോലത്തെ സാധനം താഴെ പോകുന്നുണ്ട്. പേര് കാണാനില്ല. ബെൽഗാവി കോലാപ്പൂർ ഹൈവേ ആണ്. ഹട്ടർഗി ടോൾ പ്ലാസ എത്തി ഗൈസ്. ഹട്ടർഗി ടോൾ പ്ലാസ. കുറേ ടോളുണ്ട്. റോഡ് മോശമാണെങ്കിലും പക്ഷെ ടോൾ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി റോഡാണ് കേട്ടോ. തിരക്കുണ്ട് ഇവിടെ. നമ്മൾ ലൈൻ 4-ലാണ്. ക്ലച്ച് ഔട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി ഓഫ് ആവും. ആളെന്തോ കൊണ്ടുപോയി നടക്കുന്നുണ്ട്. കോണാണോ? വെള്ളരിക്ക, കുക്കുംബർ. നമ്മളോട് ഇതൊന്ന് ഡീവിയേഷൻ എടുക്കാം. നമ്മളെടുക്കില്ല. പറ്റിക്കപ്പെട്ടു ഞങ്ങളിവിടെ. ഇപ്പോൾ നമ്മൾ എത്രാമത്തെ ടോൾ അറിയോ? നമുക്കിപ്പോൾ 5-6 ടോളായി. ഒന്നിച്ചൊരു 1500 രൂപേൻ്റെ അടുത്ത് വരുമെന്നാണ് വിചാരിക്കുന്നത് ടോള്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഓൺ വി ഗോ അഗെയിൻ. ഫുഡ് ഈസ് വെജ്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യാനൻ്റെ ബോട്ടിലിംഗ് സർവീസ്. അതുകൊണ്ട് ഇന്ത്യാനൻ്റെ ടാങ്കറൊക്കെ ഉള്ളിൽ കയറി പോകുന്നു. നിനക്കാണോ ഫോണ്? ഇന്ത്യാനൻ്റെ ഗ്യാസ് നിറയ്ക്കുന്ന സ്ഥലം ഇതാ. ഗ്യാസ് വണ്ടികളൊക്കെ ഉണ്ട് അവിടെ. ബെൽഗാവിത്തെ ഇവിടെ ഫുള്ള് ഹമ്പാണ്. ഈ സർവീസ് റോഡ് എടുക്കാൻ തന്നെ പണി. 2 കിലോമീറ്റർ പോകും, പിന്നെ സർവീസ് റോഡ്. ഈ താപ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിക്കണം. നേരം 1:30 വിശക്കാൻ തുടങ്ങി. എൽഗോൻസി രാവിലത്തെ മറ്റേ നമ്മുടെ വെണ്ണ ദോശേൻ്റെ എഫക്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ വയറൊക്കെ സെറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വായിൽ ഒരു എണ്ണച്ചുഴ എണ്ണ കുടിച്ച പോലെ ശരിക്കും നേട്ടം കഴിച്ചു. പിന്നെ ജ്യൂസ് കുടിച്ചപ്പോൾ സെറ്റായി. ഇപ്പോൾ സെറ്റ്. ഇതാണ് അവസ്ഥ. എവിടെ നിന്ന് കണ്ടുപിടിക്കൊരു താപ റോഡ് പരന്ന് കിടക്കുന്നു. വീണ്ടും ഈ റോഡ് ട്രിപ്പിൽ പറയിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലൊരു ഫാക്ടറി ആണ്. നമുക്കൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കിട്ടി. അവിടെ നിന്നാണ് നമ്മൾ വന്ന ലോറികളൊക്കെ പോകുന്ന വഴിക്ക്. ഇത് ഈ റോഡ് പോകുന്ന ഗോവയ്ക്കാണ്. നമുക്ക് നേരെ താഴോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ ഫുഡ് എന്ത് കിട്ടും എന്ന് നോക്കട്ടെ. പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്പോട്ടുണ്ട്. ലെറ്റ്സ് വർക്ക്. ഒരു ചിക്കൻ മസാലയും റൊട്ടിയും ഒരു ചിക്കൻ പുലാവും കൂടിയും പറഞ്ഞിട്ട് വെയിറ്റിംഗ്. അവനോട് ബട്ടർ മിൽക്ക് വാങ്ങി കുടിക്കുന്നുണ്ട് അവിടെ. ഞങ്ങളിപ്പോൾ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുക താഴോട്ട്. സ്റ്റീപ്പാണ്, നല്ല സ്റ്റീപ്പാണ്. ഇവിടെ ഒരു കണ്ടോ പാലുണ്ടാക്കുന്നത്. ഈ സ്റ്റീപ്നെസ് ഓർക്കമേയാണ്. എവിടേക്കോ എത്തി. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് ഇറങ്ങി. മഴ കിട്ടി ഗൈസ്. മഹാരാഷ്ട്രത്തെ മഴ കിട്ടി. ചെറുമട്ടത്തിലേ കിട്ടിയിട്ടുള്ളൂ. വെയിലും മഴയും കൂടി ഒരുമിച്ചാണ്. തുള്ളികൾ കാണാവുന്നുണ്ടോ? ഈ മഴത്തുള്ളികൾ. Guys, on to Pahinwal. Pahinwal എന്താണ്? പന്നഹാന. റോഡൊക്കെ അടിപൊളിയാണ്.
ഭയങ്കര ട്രാഫിക്കാണ്. കാണാൻ ഭംഗിയാകുന്നുണ്ട്, പക്ഷേ രണ്ട് സൈഡും പച്ചപ്പ്, കൃഷി വൻ റഷാണ് ഗൈസ്. തിരിച്ചെൻ്റെ അടുത്തേക്ക് എത്തി. ഇരിക്കടാ, കണ്ടെങ്കിൽ ഇരിക്കടാ. ഇപ്പോൾ നമ്മൾ കോലാപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെയാണ് സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ പൂനെയിലോട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പാൻഹാല പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണേ. പാൻഹാല ഫോർട്ട് കാണാൻ പോകുന്നു. പിന്നെ സ്റ്റേ സൺസെറ്റ് പ്രതീക്ഷിച്ചാൽ പോയത്, പക്ഷേ സണ്ണിനെ കാണാൻ ക്ലൗഡി. അവിടെ ഒരു എൻട്രി ഫീ ഉണ്ടായിരുന്നു. ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുമ്പോഴും നമുക്ക് എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ 15 രൂപ ആൾക്കും, വണ്ടിക്ക് 20. വണ്ടിക്ക് മനുഷ്യനെക്കാട്ടിലും വില. കുറേ ടൂറിസ്റ്റ് ഉള്ള ഏരിയയാണ് എന്തായാലും. അതെ അതെ. ഇവൻ ബുക്ക് ചെയ്താൽ പറഞ്ഞൊരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. കുതിരയൊക്കെ കാണാം. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും ഇവിടുത്തെ. ചെറിയൊരു ടീക്കേഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും ഗൈഡ് വേണോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈഡ് നോട്ട് ഹൈലൈറ്റ്. ഞാൻ വല്ല വഴി പാർക്കിങ്ങിന് വഴി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഫുള്ള് ഫോട്ടോ ആണത്രേ. ഈ ഒരു ഹില്ലിൻ്റെ ടോപ്പ് മൊത്തം ഫോട്ടോ ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റ്സിൻ്റെ അത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ അയാൾ പറഞ്ഞത്. പക്ഷെ നമുക്ക് നേരെ ഫോട്ടോ കണ്ടിട്ട് തിര കണ്ടിട്ട് പോകാം. ഒരു ഈവനിങ് സ്പോട്ട് കണ്ടു. കേരള രജിസ്ട്രേഷൻ കണ്ടിട്ട് മറാഠി അറിയുമോ ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മെയിൻ പോയിന്റ്. എവിടെ ഗൈസ്, ഞങ്ങൾ എങ്ങോട്ടെന്ന് അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മറി ചാടാനുള്ള സാധനമാണോ? എന്തായാലും പോകേണ്ടതുണ്ടോ? ഈ സാധനമാണ് അവിടെ മങ്കി ജമ്പിങ് പോലത്തെ എന്തെങ്കിലും ആണോ? കുഴങ്ങി. 4 സ്റ്റെപ്പ് വരെയും കുഴങ്ങി ഗൈസ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഞാനേ ലൊക്കേഷൻ എത്തിയിട്ട് കാണിക്കാം. ഇതൊന്നുമില്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെത്തിയ സ്ഥലത്തേക്ക് പറഞ്ഞുതരാം. അതേ ഗൈസ്, ഇതാണ് ഫോർട്ടിൻ്റെ ഒരറ്റം. ഈ മല നിറച്ചും ഫോർട്ടാണെന്നാണ് പറഞ്ഞത് ഒന്നിച്ച്. അതിൽ ഇതൊരു പാർട്ടാണ്. ഗൈഡ് കുറേ പേര് ചോദിച്ചു വരണോ വരണമെന്ന്. പക്ഷേ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ ഇട്ടുണ്ട് ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വന്ന ഫോർട്ട്. ഇതിൻ്റെ അകത്ത് കയറിയേ നല്ല തിരക്കുണ്ട്. മഴയും പെയ്ത് നനഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോകണപ്പോൾ. 20 രൂപ ചാർജ്. ഇത് ഉദ്യാനമാണോ അവിടെ? ഗുഡ് ഗാർഡൻ നടക്കാറിങ്ങിയത് ഞങ്ങൾ. ഇവിടെ ഈ ഫോർട്ടിൻ്റെ ഒരു മിനിയേച്ചറുണ്ട്, കാണിച്ചു തരാവേ. ദേ, ഇത് മലയുടെ മുകളിൽ പരന്ന് കിടക്കുന്ന സാധനമാണ്. ഇതാണ് ആ അപ്പം നടുവിലുള്ള സാധനം എവിടെയാണോ അവലെ? അത് നമ്മൾ പോയതില്ല. ഞങ്ങളിതിൽ ഏതിലോ ഒന്നുമില്ല. ഞങ്ങൾ ആ വ്യൂ പോയിൻ്റ് ലക്ഷ്യം വെച്ച് നടക്കുന്ന നേരെ കാണുന്ന വ്യൂ പോയിൻ്റാണ്. ഇത് പ്രോപ്പർ ഒരു ഗാർഡൻ സെറ്റപ്പ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഇതിൻ്റെ അറ്റത്തിൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഗ്ലാസിനിടെ കൂടെ കാണിക്കണേ. മഴക്കാറാണ്, മഴക്കാർ. അതിങ്ങനെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വൃത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല.
ഹലോ വ്യൂ അവസാനം നമുക്ക് സ്പോട്ട് കിട്ടി ഗൈസ്. ഇതാണ് ഇവിടുന്ന് വ്യൂ. കൊള്ളാം. കുറേ മലകൾ കാണാം. പിന്നെന്താ കുറേ റോഡൊന്നും കാണാനില്ല കേട്ടോ. ഫുൾ ഫീൽഡാണ്, പേടി ഫീൽഡ്. സൂം ചെയ്താൽ വെച്ചാലേ മുകളിൽ ഷീറ്റ് ഉണ്ടായിട്ട് മഴ കൊള്ളണമെന്നില്ല. ഫോട്ടോഗ്രാഫി അപ്പോൾ നമ്മൾ പോയത് ആ വ്യൂ പോയിൻ്റാണ് കാണാൻ. സൂം ചെയ്ത് മീൻ വീണ് ഇപ്പം തന്നെ വീണേ. ഇതേ ആ വ്യൂ പോയിന്റിലേക്ക് പോയത്. ഇപ്പം നമ്മളെല്ലാം അങ്ങോട്ട് വരുന്നു. ഇവിടെ ഒരു ചെറിയ ഇത് വ്യൂ പോയിന്റ് അത് ഇരിക്കാനുള്ള സ്ഥലമാണ്. വെറുതെ തോന്നുന്നു. എല്ലായിടത്തും സെയിം വ്യൂ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഭയങ്കര ബഹളാണ് ഗൈസ്. വെയിലും മഴയാണ്. മഴ പെയ്യുന്നു, വെയിൽ വരുന്നു. ഇതന്നെ ഇവിടെ പരിപാടി. ആണോ നല്ല മഴക്കാലമുണ്ട്. ഫോണ്ടോ വീഡിയോയിൽ കാണാണ്ടല്ലോ. അവിടെ നല്ല മഴ തോന്നണു, പക്ഷെ ഇവിടേക്ക് വെയിലാണ്. നല്ല എസ്തറ്റിക് വീഡിയോ ആണ് വരുന്നത്, പക്ഷെ ഞാൻ ഫുള്ള് മഴ കൊള്ളുന്നുണ്ട്. അപ്പോൾ ദേ ഗൈസ് ഞങ്ങൾ ആ ഗാർഡൻ കഴിഞ്ഞ് വീണ്ടും പുറത്തോട്ടെത്തി. ചില്ലറ ഉണ്ടായിരുന്നില്ല. 10 രൂപ അവിടെ വെറുതെ പോയി. 100 കൊടുത്തിട്ടാണ് ബാക്കിയിൽ തരാൻ പൈസ. നമുക്ക് വേർത്ത് പിണ്ടി. വേർത്തതാണോ നഞ്ഞതാണോ അറിയില്ല. അതാണ് ഒരുത്തൻ വേറെ കുളിച്ച് കുഴങ്ങി. ഒരു 10-30 സ്റ്റെപ്പ് ഉണ്ട് കയറി ഇറങ്ങാൻ. അത് ഷീപ്പായിരുന്നു. ഇനിയിപ്പോൾ നോക്കട്ടെ എന്താ പരിപാടിയെന്ന്. ഒരു വടാപ്പാവ് കഴിക്കാൻ കയറി. ഇവിടുന്ന് അവിടെ ഉണ്ടാക്കുക ചേച്ചി. അവിടെ ചേച്ചി ഉണ്ടാക്കുക, വട ഉണ്ടാക്കുവാണ് ഗൈസ്. ഞാൻ ഓടിയ വണ്ടിയിൽ കയറിയ മഴയായിരുന്നു നല്ലതായിട്ട്. അർജുൻ അവിടെ വടാപ്പാവ് വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരാളൂടെ വിളിക്കണം. ഇതുണ്ടോ ആരാത്? ആരാച്ചാലോ. നല്ല മഴ അവിടെ. ഇനിയിപ്പോൾ അവനെ വിളിച്ചു നോക്കട്ടെ, പോകാമെന്ന് വിചാരിക്കാം. ഇവിടെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുക. അതാ ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. കണ്ണുപോലും കാണാനില്ല. മഹാരാഷ്ട്രയിൽ കയറിയിട്ട് മഴ കിട്ടിയില്ല എന്ന് വേണ്ട, പെരും മഴ കിട്ടി. നമ്മളിങ്ങനെ നമ്മുടെ സ്റ്റേക്ക് പോവാണ്. അതിന് എത്ര 8 കിലോമീറ്റർ ഉണ്ട്. കണ്ണ് കാണുന്നില്ല. ഹെവി നല്ല വൈബായിരുന്നു. ചില്ലായി ഇപ്പോൾ ക്ലൈമറ്റ്. താൻ ചൂടൊക്കെ ആയിരുന്നു പുറത്ത്. അകത്ത് പിന്നെ നമ്മൾ 21 ഡിഗ്രി സെറ്റാക്കി വെച്ചേക്ക്. തിരക്കുമായി തോന്നുന്നു താഴത്തേക്ക് ഇറങ്ങാനൊക്കെ. അതൊരു മിനി ഹിൽ സ്റ്റേഷനാണ്. ആൾക്കാരൊക്കെ എങ്ങനെയാണ് വരുന്നത്. ഛത്രപതി ശിവജി മഹാരാജാവും. ശിവാജി മഹാരാജ്. അടിപൊളി. ഇപ്പോൾ ഗൈസ് ഒരുത്ത നമ്മുടെ റെക്കോർഡ് അമർത്താത്തതുകൊണ്ട് നമ്മൾ ഫോർട്ട് വീണ്ടും മിസ്സായിരുന്നു. നേരത്തെ മിസ്സായി, വീണ്ടും മിസ്സായി. ഓ മൈ ഗോഡ്, കഴി കാണാനില്ല. ഒന്നും കൂടി ചാടും. ഓക്കെ, ഫോർട്ട്. ആ ഫോർട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തില്ല, അത് പോയി. ഇപ്പോൾ നമ്മൾ ചെറിയ വഴിക്ക് നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്നു. നമുക്ക് ഇനിയും കുറച്ച് പോകാണ്ട്. 7 മിനിറ്റ് 4 കിലോമീറ്റർ. എന്തായാലും മഴ വൈബായി. വ്യൂ പോയിൻ്റാണെന്നുള്ള സംശയമുണ്ട് അവിടെ മുകളിൽ. മോളിക്കാക്കടാ, ജോയിസ്റ്റിക്ക് മോളിക്ക് തിരിച്ചാൽ മതി. അപ്പൂപ്പം നമ്മുടെ വെള്ളം കൊണ്ട് പോകുന്നേ. ആ ക്ലിയർ ആവുന്നില്ല ഗൈസ്. മഴ വീണ്ടും പെയ്തു. വലിയ തുള്ളികളല്ലേ. ഇവിടെ ഹാൻഡ് പമ്പൊക്കെ ഉണ്ടല്ലോ. ഇതേ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. ഉച്ചയായി ഇവിടെ കിടക്കുമായിരുന്നു. നടന്ന് ക്ഷീണിച്ച്. അയ്യോ, ഇത് എത്ര കളിയുന്നത്. അപ്പോൾ നമ്മുടെ റൂം അതാണ്. ജസ്റ്റ്
ഒരു റൂമും പിന്നെ അത് വാഷ്റൂമാണ്. പിന്നെ പുറത്ത് വ്യൂ ഉണ്ട്. രാത്രി രാവിലെ കാണിച്ചു തരാം. നേരത്തെ എത്തിയിരുന്നു, പെരുമഴയത്ത വന്ന് കയറിയേ. പിന്നെ അങ്ങനെ തണുത്തിട്ട് അങ്ങനെ കിടന്നു. കുറച്ച് നേരം കിടന്നു, ഉറങ്ങിയൊന്നുമില്ല, ചുമ്മാ ഫോണിൽ കളിച്ച് കിടന്ന്. പിന്നെ അത്ര തന്നെ ഉള്ളൂ. ഇതിനിവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, റേഞ്ചും കുറവാണ്, വൈഫൈ എന്തോ കംപ്ലൈൻ്റ് ആണ്. പൻഹാല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത്. പൻഹാല പറഞ്ഞ സ്ഥലത്താണ് ഒരു ഹിൽ സ്റ്റേഷൻ, ഒരു മിനി ഹിൽ സ്റ്റേഷൻ പോലെ. ഇവിടെ ഫോർട്ടൊക്കെയാണ് ഫേമസ്. ഞങ്ങളവിടെ കയറാൻ നോക്കി, മഴ കാരണം കയറാൻ പറ്റിയില്ല. പക്ഷേ ഒരു ഗാർഡൻ കണ്ടില്ലേ, ഗാർഡനിൽ പോയി അങ്ങനെ പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായി ഫുഡ് പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടുതരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സ്റ്റേൻ്റെ ഒപ്പം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് കിടക്കട്ടെ. ഫുഡിൻ്റെ വീഡിയോ എന്തെങ്കിലും അവസാനം ഇടാം, എന്നിട്ട് രാവിലെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നൈറ്റത്തെ ഫുഡ് ചിക്കൻ കറി, കോലാപുരി, ബർക്ക, ചപ്പാത്തി. കഴിക്കട്ടെ. ഈ സൗണ്ട് കണ്ടോ, ജനറേറ്ററാ. ഇലക്ട്രിസിറ്റി നെയ് ഹേ. ദിസ് ഈസ് എ ഹിൽ സ്റ്റേഷൻ ആണോ. അവിടെയൊക്കെ ഹിൽസ് കാണാം. അങ്ങ് ദൂരെ 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 മഴയുണ്ട് ചെറുതായിട്ട്, ചാറ്റൽ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഇവിടെ പുറത്തു കൂടെയൊക്കെ നടന്നു വന്നു കേട്ടോ. നല്ല രസം അവിടെ കാണാൻ. അവിടെ ഇങ്ങനെ ലോൺ ഏരിയയും മുകളിലേക്കുള്ള വ്യൂസൊക്കെ അടിപൊളി. ഞാൻ ഇതിൻ്റെ എൻട്രൻസ് കാണിച്ചത്, ഇത് സെറ്റാണ്. ഇതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ഭാഗമാണ്. അതൊരു പ്രോപ്പർട്ടിയാണ്, അത് കൂടാണ്ട് പോയാൽ ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പുറത്ത്. അപ്പം ഞങ്ങളുടെ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴി കാണിച്ചാലേ. ഇത് ഇവിടുന്ന് വ്യൂ മറ്റേ നൈസ് ആയിട്ട് തിരിഞ്ഞുണ്ടോ, നൈസല്ലേ സെറ്റ്.